ഇത് ഞങ്ങൾ കോടനാട് പോയിട്ടുള്ളൊരു വീഡിയോ ആണ് കേട്ടോ. കോടനാട് എത്തി ആദ്യം വണ്ടി പാർക്ക് ചെയ്തു. 30 രൂപയാണെന്നാണ് എൻ്റെ ഓർമ്മ നമുക്ക് പാർക്കിംഗ് ചാർജ്. അവിടെ തന്നെ തൊട്ടടുത്ത് തന്നെ പാർക്കിങ്ങിൻ്റെ അടുത്തൊരു കഫറ്റീരിയ വാഷ്റൂമൊക്കെ ഉണ്ട്. അത് കഴിഞ്ഞ് നമ്മളകത്തേക്ക് കയറി ചെല്ലുമ്പോഴേക്കും മെയിൻ എൻട്രൻസ് എത്തി. അവിടെ നിന്ന് നമുക്ക് ടിക്കറ്റ് എടുക്കണം. കുട്ടികൾക്ക് 25 രൂപയും വലിയവർക്ക് 70 രൂപയാണ് കേട്ടോ എൻ്റെ ഓർമ്മ. അത് അവിടെ GPay അക്സെപ്റ്റ് ചെയ്യും കേട്ടോ. എല്ലാ സ്ഥലത്തും GPay അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. അത് കഴിഞ്ഞ് അകത്തേക്ക് കയറി കഴിയുമ്പോൾ ആദ്യം ബട്ടർഫ്ലൈ ഗാർഡൻ. അത് കഴിഞ്ഞിട്ട് നമ്മൾ നടക്കുമ്പോൾ മാനുകളെ കാണാൻ പറ്റും. ഒരുപാട് മാനുകളുണ്ട്. അതൊരു 3 കാറ്റഗറി മാനുകൾ അവിടെ ഉണ്ട് കേട്ടോ. ഒരുപാട് ദൂരം നടക്കാനുണ്ട്. രണ്ട് വശത്തും നല്ല രീതിയിൽ കാടാണ്, മരങ്ങളുണ്ട്. അതുകൊണ്ട് ചൂടും അങ്ങനെ കാര്യങ്ങളൊന്നും ഉണ്ടായില്ല, വെയിലിൻ്റെ പ്രശ്നമൊന്നും ഉണ്ടായില്ല. ഞങ്ങൾക്ക് നല്ല മഴ കിട്ടി, അങ്ങനെയുള്ള ഇതേ ഉള്ളൂ. ഈ സമയത്ത് പോയത് കൊണ്ടാണ്. അല്ലെങ്കിൽ നമുക്ക് നടക്കാൻ നല്ല സുഖമുണ്ട്, കാരണം ചൂടിൻ്റെ പ്രശ്നമില്ല. ഞങ്ങൾ ആദ്യം മാനുകളെ കണ്ടു. 3 ഇങ്ങനെ തിരിച്ചേക്കാനുള്ള മാൻ. അവിടെ മാനുകളെ പറ്റിയിട്ടുള്ള ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. പിന്നെ ഒരുപാട് ഫോട്ടോസ് നമുക്ക് എടുക്കാൻ പറ്റും കേട്ടോ. പലതരം വലിയ വലിയ മരങ്ങൾ, അങ്ങനെ നല്ലൊരു ഫോറസ്റ്റിൻ്റെ ഒരു ഫീൽ അവിടെ നന്നായിട്ട് നമുക്ക് കിട്ടും. അത് കഴിഞ്ഞ് നമ്മൾ ചെല്ലുമ്പോൾ കാണുന്നതാണ് ആനകളുടെ സ്ഥലത്തേക്കാണ് നമ്മൾ ചെല്ലുന്നത്. അവിടെ 7 ആനകളാണ് ടോട്ടൽ ഇപ്പോൾ അവിടെ ഉള്ളത്. അതിൽ 3 ആന കൊമ്പന്മാരും 4 പിടിയാനകളുമാണ് കേട്ടോ ഉള്ളത്. ഇത് ഞങ്ങൾ ആദ്യം കണ്ട ആനയാണ്, അത് കൊമ്പനാനയായിരുന്നു. പിടിയാനകളൊക്കെ ഈ ഒരു ഷെൽട്ടറിലാണ് ഇട്ടേക്കുന്നത്. കൊമ്പനാനകൾ 3 സ്ഥലത്താണ് ഉള്ളത്. ഈ ആനയായിരുന്നു കുറച്ചൊരു പ്രശ്നക്കാരനായിട്ട് നിൽക്കുമായിരുന്നു. അങ്ങനെ ഈ ആനയെ കണ്ട്. പിന്നെ അതുകൂടാതെ മണ്ണാർക്കാട് നിന്ന് പണ്ട് 2017 കൊണ്ടുവന്നിട്ടുള്ളൊരു ആനയുണ്ടായിരുന്നു. ആ ആന ഒറ്റയ്ക്കാണ് നിൽക്കുന്നത്. അതും ഒരു ഷെൽട്ടറിലാണ്. പക്ഷെ അത് ഇവരുടെ അടുത്തുനിന്ന് ഒരുപാട് മാറിയിട്ടാണ് അതിനെ നിർത്തിയിരിക്കുന്നത്. ഈ ആനകളുടെ ഡീറ്റെയിൽസ്, പ്രായം ഒക്കെ അതിൽ കാണിക്കുന്നുണ്ട് കേട്ടോ. ഇതേപോലത്തെ വഴികളിലൂടെയാണ് നമ്മൾ നടക്കുന്നത്. അതാ കുറച്ച് ദൂരം മാത്രമേ ഉള്ളൂ ടൈലില്ലാത്തത്. പിന്നെ മെയിൻ വഴികളിലൊക്കെ അവർ ടൈൽ ചെയ്തിട്ടുണ്ട്. പിന്നെ അവിടെ തന്നെ കുട്ടികൾക്ക് പാർക്ക്, പിന്നെ ആനകളെ കുളിപ്പിക്കുന്ന സ്ഥലം കാണാൻ പോകാം. പിന്നെ അവിടെ കഫറ്റേരിയ, ഇതൊക്കെ അകത്തും നമുക്ക് അവൈലബിളാണ്. അതും നമുക്ക് നല്ല ഒരു ഹെൽപ്പാണ്. കാരണം നമുക്ക് ഇത്രയും ദൂരം നടന്ന് കഴിയുമ്പോഴേക്കും ടയേർഡാകുമ്പോഴേക്കും ഭയങ്കര ഒരു ഉപകാരമാണ്. രക്തചന്ദനത്തിൻ്റെ മരങ്ങൾ നമുക്ക് അതേപോലെ ഒരുപാട് കാണാൻ പറ്റും കേട്ടോ. നല്ലൊരു യാത്രയായിരുന്നു അത്.